അസാധാരണങ്ങളിൽ അസാധാരണം. ഒരു പ്രതിക്ക് വധശിക്ഷ വിധിക്കാൻ കോടതി ഉപയോഗിക്കുന്ന വാക്കാണിത്. അത്തരമൊരു പരാമർശമുണ്ടായാൽ അനുമാനിക്കാം ആ ജഡ്ജി വിധിക്കാൻ പോകുന്നത് വധശിക്ഷയായിരിക്കുമെന്ന്. അത്തരമൊരു വിധി പ്രസ്താവനയായിരുന്നു നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചത്. ജാനുവരി 20 തിങ്കളാഴ്ച 2 സുപ്രധാന വിധികൾക്കാണ് രാജ്യം കാതോർത്തിരുന്നത്. അതിലൊന്ന്, പാറശാലയിൽ ജീവന തുല്യം സ്നേഹിച്ച കാമുകൻ ഷാരോണിനെ വിഷം കൊടുത്തുകൊന്ന ഗ്രീഷ്മ എന്ന 24-കാരിയുടെ വിധിയായിരുന്നു. സ്ത്രീ എന്ന പരിഗണനയും പ്രായവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് വധശിക്ഷ ഉണ്ടായിരിക്കില്ലെന്നാണ് നിയമവിദഗ്ധർ അടക്കം വിലയിരുത്തിയിരുന്നത്. എന്നാൽ കൃത്യമായ കാര്യകാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുകയായിരുന്നു. കോടതി എടുത്തു പറഞ്ഞ പല കാര്യങ്ങളും മാനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. ശിക്ഷ വിധിച്ചെങ്കിലും മേൽക്കോടതികളിലെല്ലാം പോയി ഇന്ത്യൻ പ്രസിഡന്റ് സമർപ്പിക്കുന്ന ദയാഹർജി അടക്കം തള്ളിയാൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കൂ. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ എത്ര പേർ രാഷ്ട്രപതിയുടെ ദയാഹർജിയും മറികടന്ന് തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കാം. ഗ്രീഷ്മ കേസ് മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ഇതുവരെ 26 പേരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത്. 2025 ഇപ്പോൾ വധശിക്ഷ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിലേക്ക് ഗ്രീഷ്മയും എത്തിയിരിക്കുകയാണ്. തൂക്കിലേറ്റുന്ന നടപടിക്രമങ്ങൾ ഇങ്ങനെയാകും സംഭവിക്കുക. രാഷ്ട്രപതിയും പ്രതിയുടെ ദയാഹർജി തള്ളിയാൽ തൂക്കിലേറ്റാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമാകും. ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കലാണ് ആദ്യ നടപടി. പ്രതിയെ കണ്ടംപ്റ്റ് സെൽ എന്ന ഏകാന്ത തടവിലേക്ക് മാറ്റും. പ്രതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നൽകി സന്ദർശകരെയും അനുവദിക്കും. അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുവദിക്കും. വിൽപത്രം എഴുതാനും അവസാനമായി പ്രാർത്ഥിക്കാനും സൗകര്യം നൽകും. പുലർച്ചെയാണ് ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുക. തൂക്കിലേറ്റുന്ന വ്യക്തിയുടെ ഭാരമുള്ള ഡമ്മി തൂക്കി കയറിന്റെ ബലം ഉറപ്പുവരുത്തും. പുലർച്ചെ പ്രതിയെ നടത്തി കഴുമരത്തിന്റെ പോടിയത്തിൽ കൊണ്ടു നിർത്തും. കറുത്ത മുഖാവരണം ധരിപ്പിക്കും. കൈകളും കാലുകളും ബന്ധിക്കും. ആരാച്ചാർ കഴുമരത്തിന്റെ ലിവർ വലിക്കുന്നതോടെ പോടിയത്തിന്റെ തട്ട് പ്രതിയുടെ കാലടിയിൽ നിന്ന് തെന്നിമാറും. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മരണം സംഭവിക്കും. നിർഭയ കേസിലെ 4 പ്രതികളെ തൂക്കിലേറ്റിയതാണ് ഇന്ത്യയിലെ അവസാന കൊലക്കേർ നടപ്പാക്കൽ. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പാക്കിയത് 3 പതിറ്റാണ്ട് മുൻപ്. കൃത്യമായി പറഞ്ഞാൽ 1991. റിപ്പർ ചന്ദ്രനാണ് അന്ന് തൂക്കിലേറിയത്. പല കേസുകളിലായി നിലവിൽ 22 പേർ വധശിക്ഷ കാത്ത് പല ജയിലുകളിൽ കഴിയുന്നുണ്ട്. അതിൽ 23-ാമതായി കഷായം ഗ്രീഷ്മയും എത്തിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 തൂക്കുമരങ്ങളും തിരുവനന്തപുരം പൂജപ്പുരയിൽ 1 തൂക്കുമരവുമാണുള്ളത്. വിയ്യൂരും താനൂരും തൂക്കിലേറ്റാൻ സൗകര്യമില്ല. ഒരു ജയിലിലും സ്ഥിരം ആരാച്ചാറില്ല. വധശിക്ഷ നടപ്പാക്കുന്നതിന് 2 ലക്ഷം രൂപയാണ് പ്രതിഫലം. ദയാഹർജി തള്ളുന്നതുവരെ മറ്റു തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുന്നത്. ജയിലിൽ മറ്റു തടവുകാർക്കൊപ്പം താമസിപ്പിക്കും. ജോലികൾ ചെയ്യണം. എന്നാൽ പരോൾ ലഭിക്കില്ല. രാഷ്ട്രപതി ദയാഹർജി തള്ളിയാൽ പിന്നീട് ഏകാന്ത തടവാണ്. ദിവസവും ഡോക്ടർമാർ പരിശോധിക്കും. പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ വധശിക്ഷ നടപ്പാക്കൂ എന്നത് ക്രൂരമായ തമാശയാണ്. കുറ്റം അപൂർവങ്ങളിൽ അപൂർവമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ കോടതികൾ പ്രതിക്ക് വധശിക്ഷ നൽകുക. അത്യപൂർവ കുറ്റങ്ങളിലല്ലാതെ വധശിക്ഷ പാടില്ലെന്ന് ഇന്ത്യയിലെ പരമോന്നത കോടതി പലതവണ കീഴ്ക്കോടതികളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ 2 ജയിലുകളിൽ തൂക്കിക്കൊല നടപ്പാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒന്ന് കണ്ണൂരും മറ്റൊന്ന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലും. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം ഈ 2 ജയിലുകളിലുമായി ആകെ തൂക്കിലേറ്റപ്പെട്ടത് 26 കുറ്റവാളികളാണ്. 45 വർഷം മുമ്പ് നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന അഴകേശൻ എന്ന ദുർമന്ത്രവാദിയെ തൂക്കിലിട്ടതാണ് പൂജപ്പുരയിൽ നടപ്പാക്കിയ അവസാന വധശിക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിലാകട്ടെ 1991 സീരിയൽ കില്ലർ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയതാണ് അവസാനത്തേത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് 14 പേരെ കൊലപ്പെടുത്തിയ കുറ്റവാളിയായിരുന്നു റിപ്പർ ചന്ദ്രൻ. കേരളത്തിൽ ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റിയിട്ട് 33 വർഷം കഴിഞ്ഞു എന്നർത്ഥം. റിപ്പർ ചന്ദ്രന് ശേഷവും കേരളത്തിലെ കോടതികൾ പല കേസുകളിലും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശിക്ഷകൾ ഒന്നും നടപ്പായില്ല. പലരുടെയും വധശിക്ഷ അപ്പീൽ കോടതികൾ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. ലോകമെങ്ങും വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ശബ്ദമുയർത്തുന്ന കാലമാണിത്. ലോകത്ത് 98 രാജ്യങ്ങൾ വധശിക്ഷ പൂർണ്ണമായി നിർത്തലാക്കിയിട്ടുണ്ട്. ചൈന, ഇറാൻ, സൗദി അറേബ്യ എന്നീ 3 രാജ്യങ്ങളിലാണ് ലോകത്ത് ഏറ്റവുമധികം വധശിക്ഷ നടപ്പാക്കപ്പെടുന്നത്.